ഇന്ന് ഊണിന് ഉച്ചയ്ക്ക് നമുക്ക് സ്പെഷ്യല് മുളകിട്ട വരാല് കറി കൂടെ നല്ല നാടൻ കപ്പ കൊഴിച്ചതും നെയ്മത്തി വറുത്തതുമായിരുന്നു. ഇന്നലെ നമുക്ക് കുറച്ച് വരാല് മീൻ ഫ്രഷ് ആയിട്ട് കിട്ടി. ഫ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടുകൂടി തന്നെ കിട്ടിയതാ. ഇന്ന് ഇതിനെ തല്ലിക്കൊന്ന് നമുക്ക് കറി വെക്കാം. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണിന്റെ സ്പെഷ്യൽ. കണ്ടില്ലേ, നല്ല മുഴുത്ത വരാലായിരുന്നു. അമ്മ വളരെ പാടുപെട്ട അതിനെ തല്ലിക്കൊന്നത്. ഒരുപാട് അടിയൊക്കെ കൊണ്ട് പാവ. പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്കിനി ജീവനോട് കറി വെക്കാൻ പറ്റത്തില്ലല്ലോ, തല്ലിക്കൊന്നല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. രണ്ട് സൈഡും അരിക്ക് കട്ട് ചെയ്തിട്ട് ഇതിന്റെ തൊലി പൊളിച്ചെടുത്തിട്ടാ വേണം ഇതിനെ നല്ല സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കയ്യിൽ പിടിക്കുമ്പോൾ തെന്നലുള്ളത് കൊണ്ട് തന്നെ ചാരവോ മണ്ണോ കയ്യിൽ പുരട്ടിയിട്ടാണ് ഇതിനെ വെട്ടാൻ പറ്റത്തുള്ളൂ. ഇതേ കണ്ടില്ലേ, നല്ല സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് വേണം ഇതിനെ കറി വെക്കാൻ വേണ്ടിയിട്ട്. വളരെ പാടുപെട്ടാട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ കറി കൂട്ടുമ്പോൾ നമുക്ക് ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ടേ തോന്നത്തില്ല. അപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി ചതച്ചതും മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടി എടുത്തു വെക്കാം. എന്നിട്ട് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളകും പുളിയും ചേർത്തിട്ട് ഇളക്കുക. ഈ പുളി ഈ എണ്ണയ്ക്കകത്ത് വഴറ്റുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് പൊടികളെല്ലാം എടുത്തത് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഉപ്പും കഷ്ണിച്ച് വെച്ചേക്കുന്ന മീനും കൂടി ഇട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്ന മീനിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. ഇനി നമുക്ക് ചോറ് വിളമ്പാം. നല്ല കുത്തരി ചോറ്, നാടൻ കപ്പ വേവിച്ചത്, നല്ല നെയ്മത്തി വറുത്തത്, കൂടെ നമ്മുടെ വരാല് കറി മുളകിട്ടത്. അപാര ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ വരാലും മോരും വിരുതുവാന്ന് പറയും, അതുകൊണ്ട് ഞാൻ മോരെടുത്തിട്ടില്ല. ഇത് തന്നെ ധാരാളം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കാണാം കേട്ടോ.